ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രൊമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമും വേദിയും അങ്ങനെ ഒരു വേദത്തിൽ അഭിലാഷിൻ്റെ കയ്യിൽ നിന്നും വാസവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ശേഷം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിക്രമും വേദയും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ വിക്രമിനെയും വേദനയും പിന്തുടർന്നുകൊണ്ട് തന്നെ അഭിലാഷും കൂട്ടരും പിറകെ തന്നെയുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം ഓടി അവരൊരു ഒരു ഉൾക്കാട് വശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേദയ്ക്ക് നടന്ന് മതിയായി. അപ്പോൾ ഈ ഒരു ടൈമിൽ വേദ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് മതി, എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്, അവർ നമ്മുടെ പിറകെ അല്ലേ, അവർ വരട്ടെ, അപ്പോഴേക്ക് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാലേ അവർ കൊള്ളുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചാകും എന്ന് വേദ പറയാണ് കേട്ടോ. ശേഷം അവളവിടെ ഇരുന്നിട്ട് കാട്, വലിയ കാട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ വിക്രം എങ്ങനെ ഇറിറ്റേറ്റ് ആവണം. അപ്പോൾ വിക്രം പറയണം, ഇതിൻ്റെ വിചാരം എന്താണ്, നമ്മളിപ്പോൾ ഒരു കാട്ടിലാണ് വന്നിരിക്കുന്നത്, അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പിക്നിക്ക് വന്നിരിക്കുകയല്ല. നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ നീ ഇവിടെ നിന്ന് പാട്ടോടിക്കൊണ്ടിരിക്കുകയാണോ, വാ പെട്ടെന്ന് എഴുന്നേൽക്ക്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിക്രം പെട്ടെന്ന് വേദയെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുമ്പോഴേക്കും പെട്ടെന്ന് വേദയുടെ കാല് ഒളുക്കുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് ഒരു തഴി നടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവൾ വളരെയധികം നിലവിളിക്കുകയാണ്, അയ്യോ എൻ്റെ കാല് പോയി, എനിക്ക് കാല് വേദനിക്കുന്നു പറഞ്ഞിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, ഇപ്പോൾ നിന്നെ രക്ഷപ്പെടുത്താൻ വന്നിട്ട് ഞാനും കൂടെ പെട്ട അവസ്ഥയാണല്ലോ എന്ന് പറയാൻ കേട്ടോ. അവർ നമ്മുടെ അടുത്ത് എത്താറായി, നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, എത്രയും പെട്ടെന്ന് പുറത്തെത്തണം, അതായത് ടൗണിൽ എത്തിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട്. പക്ഷേ വേദ പറയാണ്, എനിക്ക് ഒരു ഇഞ്ച് നടക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ എങ്ങനെ ഓടാനാ, എനിക്ക് പറ്റുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോളൂ എന്ന് പറയാൻ കേട്ടോ വേദ വിക്രമിനോട്. അപ്പോൾ വിക്രം ഇനി വേറെ വഴിയില്ലാന്ന് മനസ്സിലാക്കിയിട്ട് ശരി നീ വാന്ന് പറഞ്ഞിട്ട് വേദയെ എടുക്കാനുണ്ട്, കയ്യിലെടുത്തിട്ട് വിക്രം നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദ ഒരു പ്രണയ നോട്ടത്തോടു കൂടി വിക്രമിനെ നോക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പ്രോമോയിലും. വിക്രമും വളരെ ഫ്രീ ആയിട്ട് വേദ എടുത്ത് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് തന്നെ അഭിലാഷും കൂട്ടരും തങ്ങളുടെ അടുത്ത് എത്താറായെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ വിക്രമിന്. അപ്പോൾ പെട്ടെന്ന് അവർ രണ്ടാളും കൂടെ നിറയെ കുറേ ഇലകൾ അങ്ങനെ നല്ല ഒരു കാട് പോലുള്ള സ്ഥലത്ത് അവർ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ വേദയാണ് ഇനി കാലെന്ന് പറഞ്ഞ് നില വിളിക്കുന്നുണ്ട്. പെട്ടെന്നും ശബ്ദം ഉടല്ലേ, നമ്മുടെ ശബ്ദം കേട്ട് അവർ നമ്മളെ തിരിച്ചറിയെന്ന് പറഞ്ഞിട്ട് വിക്രം വേദയുടെ വായി ഇങ്ങനെ മൂടുന്നതായിട്ടും ബ്രോമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, കാരണം വിക്രം തൻ്റെ കൈ കൊണ്ട് വായി ഇങ്ങനെ മൂടുകയാണല്ലോ. അപ്പോൾ വേദ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ അഭിലാഷും കൂട്ടരും ഇങ്ങനെ ഇവർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഫുൾ കാടാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇനി എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനും പറ്റില്ല, ഇങ്ങനെ ഇലകൾ മൂടിയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ കയ്യിലുള്ള വാളുകൊണ്ട് ഇങ്ങനെ വെറുതെ വീശിയാണ് കേട്ടോ, മേലെ കൊള്ളട്ടെ, അപ്പോൾ അവർ നിലവിളിക്കലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണോ നമ്മുടെ അഭിലാഷം. അങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വാളും കൊണ്ട് ഇങ്ങനെ വീശി പോകുകയാണ്. ഈ ഒരു ടൈമിൽ കറക്റ്റ് വേദയുടെ വിക്രമിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് ഇങ്ങനെ വാള് വീശുമ്പോൾ കറക്റ്റായിട്ട് അത് നമ്മുടെ വേദന അടുത്ത് വന്ന് തട്ടാൻ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കറക്റ്റായിട്ട് വിക്രം ആ വാളിങ്ങനെ പിടിച്ചിട്ട് കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പുറമേ നിൽക്കുന്ന അഭിലാഷിന് അത് അറിയില്ല, കാരണം ഉള്ളിൽ നിന്ന് ഒരാൾ പിടിക്കുകയെന്ന് തോന്നില്ല, എവിടെ തട്ടിയിരിക്കുകയാണെന്ന് വിചാരിക്കുള്ളൂ കേട്ടോ. ശേഷം അഭിലാഷ് അത് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ വിക്രം ഒരു ശബ്ദം പോലും ഇടാതെ, ഒരു വേദനയുടെ ഒരു സ്വരവും കാണിക്കാതെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. വേദയാണെങ്കിൽ അത് കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് വായിൽ കൈവച്ച് പോവുകയാണ്. അയ്യോ വിക്രമിനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെയൊക്കെയാണ് പ്രോമോയിൽ കാണിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.